ലാപ്ലാസസ് ആൻഡ് പോസോൺസ് ഇക്വേഷൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ചെറിയ ഡെറിവേഷനൊക്കെ പറഞ്ഞ് തുടങ്ങാം. സോ നമുക്ക് ഗോസസ് ലോ എന്താണെന്ന് അറിയാം അല്ലേ? എന്താണ് ഗോസസ് ലോ? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ. ഇവിടെ എന്താണ് ഈ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് അല്ലേ? ദാറ്റ് ഇസ് ചാർജ് എൻക്ലോസ്ഡ് ആണ്. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ റോ ഡി വി. റോയാണ് വോളിയം ചാർജ് ഡെൻസിറ്റിയെങ്കിൽ എൻക്ലോസ്ഡ് ചാർജ് എന്താണ്? ഇൻ്റഗ്രൽ റോ ഡി വി ആണ്. ഓക്കെ, സോ നമുക്ക് ഇതറിയാം. ഇതെന്താണ്? സർഫസ് ഇൻ്റഗ്രലാണ് അല്ലേ? ഒരു സർഫസിനെ, ക്ലോസ്ഡ് സർഫസിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ ഗോസ് ഡൈവേർജൻസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് വോളിയം ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ എന്താ മാറ്റം വന്നത്? ഇ ഡോട്ട് ഡി എസ് എന്നുള്ളത് മാറിയിട്ട് ഡെൽ ഡോട്ട് ഇ ഇൻറ്റു ഡി വി എന്ന് തോന്നുന്നു. ഇവിടെ ഡോട്ടൊന്നും ഇല്ല കേട്ടോ, ഇൻറ്റു ഡി വി ആണ്. ഓക്കെ, സോ ഇവിടെ ഉള്ളത് സർഫസ് ഇൻ്റഗ്രലായിരുന്നു, അത് നമ്മൾ വോളിയം ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്തു. എങ്ങനെയാണ്? ഗോസ് ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതാ ഈ ഇക്വേഷനെ മൊത്തം മാറ്റി എഴുതാൻ പോവുകയാണ് അല്ലേ? ഇതാണ് ഇവിടുത്തെ ഭാഗം. ഈ ക്യൂ എൻ ക്ലോസിനെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ ഇങ്ങനെ കിട്ടും. ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഇ ഡി വി ഈക്വൽ ടു 1/ε0 ഇൻ്റഗ്രൽ റോ ഡി വി എന്ന് കിട്ടും അല്ലേ? സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഇൻ്റഗ്രൽ എന്താണ്? ഡി വി തന്നെയാണ്. ഇവിടെ ഒരു ഇൻ്റഗ്രൽ സൈനും ഉണ്ട്. സോ ഈ പറയുന്ന ടേമിനെ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. റൈറ്റ്. സോ നമുക്ക് എഴുതാൻ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന്. ഇനി നമുക്ക് മറ്റൊന്നറിയാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പറഞ്ഞു അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണെന്ന് പറഞ്ഞു. കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0. ദറ്റ് ഈസ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേളാണ്. ഈ ഫീൽഡിന് എന്തില്ല? കേളില്ലാത്ത ഫീൽഡാണ്. നമുക്കറിയാം ഡൈവേർജ് ചെയ്തു പോകുന്ന ഫീൽഡാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ ദർ ഇസ് നോ കേൾ. സോ കൺസർവേറ്റീവ് ആയ ഫീൽഡിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കേൾ ഓഫ് ദാറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇനി നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് നൾ റിസൾട്ടുകൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? സി ജി എസും ഡി സി വിയും. എന്തൊക്കെയാണ്? കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കേലാർ ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഡി സി വി ഓർക്കുന്നുണ്ടോ? ഡി സി വി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് റിസൾട്ടുകൾ നമുക്കറിയാം. ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സി ജി എസ് ആണ്. കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കേലാർ ഈസ് ഈക്വൽ ടു 0. അതായത് ദാ ഈ ഇക്വേഷനെ അല്ലേ, എന്താണ്? കേൾ ഓഫ് ഒരു വെക്ടറാണ്, ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് ഈ സി ജി എസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഴുതാൻ കഴിയും? ഇതിനെ ഒരു സ്കേലാറിൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് എഴുതാൻ കഴിയും അല്ലേ? ഇത് രണ്ടും ഒരേ റിസൾട്ടാണ് തരിക. സോ ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഈ നെഗറ്റീവ് വരാനുള്ള കാരണം ചില സ്റ്റാൻഡേർഡ് കൺവെൻഷൻസ് മൂലമാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? സോ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെയും പൊട്ടൻഷ്യലിനെയും എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്യാൻ കഴിയും. എന്താ? ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കഥയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ഇക്വേഷനിലേക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാ ഈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് മൈനസ് ഡെൽ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 കിട്ടും. റൈറ്റ്. സോ നമുക്ക് ഇത് ഡെല്ലാണ്, ഇവിടെയും ഡെല്ലുണ്ട്. സോ ഇതിന് ഡോട്ട് പ്രോഡക്റ്റിൽ എന്ത് കിട്ടുക? ഡെൽ സ്ക്വയർ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് കിട്ടി. സോ ഈ ഇക്വേഷനെയാണ് നമ്മൾ പൊസോൺസ് ഇക്വേഷൻ എന്ന് വിളിക്കുക. എന്താണ്? ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യലാണ്, സ്കേലാർ പൊട്ടൻഷ്യലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നതാണ് പൊസോൺസ് ഇക്വേഷൻ. എന്താണ് ഈ റോ അല്ലേ? ഇതാണ് റോ, ചാർജ് ഡെൻസിറ്റിയാണ് അല്ലേ? ഗോസ് ലോ പറഞ്ഞപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞു ആ ഒരു സർഫസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് ഡെൻസിറ്റിനെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത് എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ജനറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് ഈ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇനി ഇവിടെ ചാർജ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. എന്തായിരിക്കും? ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു നമുക്ക് ഈക്വൽ ടു 0 കിട്ടും. റൈറ്റ്. സോ ഇഫ് ദർ ഇസ് നോ ചാർജസ്, പൊസോൺസ് ഇക്വേഷൻ റിഡ്യൂസസ് ടു ലാപ്ലാസസ് ഇക്വേഷൻ. ഓക്കെ, പൊസോൺസ് ഇക്വേഷൻ എന്തായി മാറും? ലാപ്ലാസിൻ്റെ ഇക്വേഷനായിട്ട് മാറും. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. ഇവിടെ എന്താണ്? റോ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താണ്? ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0. അടുത്തത് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0. ഓക്കെ, ഇത് പൊസോൺസ് ഇക്വേഷൻ, ഇത് ലാപ്ലാസസ് ഇക്വേഷൻ.